ഇപ്പോൾ നമ്മളിപ്പോൾ കന്യാകുമാരിയിലാണുള്ളത്. നാളെ രാവിലെ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കന്യാകുമാരി ടു കാശ്മീർ, ദെൻ ലഡാക്ക്. അപ്പോൾ ഒരു സോളോ റൈഡാണ്. നാളെ രാവിലെ ഒരു 7 മണിക്ക് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ഫസ്റ്റ് ഹോൾട്ട് വരുന്നത് ബാംഗ്ലൂർ. അതായത് കന്യാകുമാരിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഉള്ളത് കന്യാകുമാരിയിലാണ്. കന്യാകുമാരി ടീച്ചറായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ മെയിൻ എയിം എന്താണ്? NH44. NH44 അതായത് ഇന്ത്യയിലെ ലോങ്സ്റ്റ് ഹൈവേ ആയിട്ടുള്ള NH44 കവർ ചെയ്യാൻ നമ്മുടെ ഈ റൈഡിൻ്റെ മെയിൻ അജണ്ട. അതിനുശേഷം അതായത് കന്യാകുമാരിയിൽ നിന്ന് ശ്രീനഗർ എത്തിയിട്ട് അതിനുശേഷം നമ്മൾ ലഡാക്ക് എക്സ്പ്ലോർ ചെയ്യും. ഏകദേശം എത്ര ദിവസം കൊണ്ടങ്ങ് എത്താനാണ് പ്ലാൻ? ശ്രീനഗർ ഒരു 8 ദിവസം കൊണ്ട് നമ്മൾ ശ്രീനഗർ എത്തും. അതിന് കഴിഞ്ഞിട്ട് ശ്രീനഗറിൽ നിന്ന് പിന്നെ ലഡാക്ക് ഒരു 10 ഡേയ്സ് ലഡാക്ക് എക്സ്പ്ലോറേഷൻ. എല്ലാം കഴിഞ്ഞൊരു 20 to 30 ഡേയ്സിൽ റിട്ടേൺ എത്തുന്ന ഒരു പ്ലാനാണ്. ഓക്കെ. സോളോ അല്ലേ? സോളോ. അപ്പോൾ ഞാനും എൻ്റെ കൂടെ പോകാനാണ് പ്ലാൻ. സോളോ 2 പേരും ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ ഞാനും കൂടെ കാണും. ഞാൻ പക്ഷേ ബൈക്കിലായിരിക്കില്ല. പക്ഷേ ഓരോ സ്ഥലത്ത് വെച്ച് ഞാൻ ഒരു ജോയിൻ ചെയ്യുന്നതായിരിക്കും. അതാണ് നമ്മുടെ പ്ലാൻ. യെസ്. ഓരോ തവണ ഓരോ ആൾക്കാരായിരിക്കും ബൈക്ക് ഓടിക്കുന്നത്. ഇത് ഒരു വെറൈറ്റി സോളോയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് സൈഫിനെ ഇവിടെ നിന്ന് യാത്രയാക്കാനായിട്ടാണ്. കന്യാകുമാരിയിൽ നിന്ന് ഞാൻ ഇവനെ ഫ്ലാഗ് ഓഫ് ചെയ്ത് പറഞ്ഞു വിടുന്നതായിരിക്കും. ഫ്ലാഗ് നമ്മൾ നാളെ രാവിലെ 6 മണിക്ക് ഇവിടെ നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്ത് ടാറ്റ ബൈ ബൈ പറഞ്ഞു വിടും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ റൈഡിനിടയിൽ ഞാൻ ജോയിൻ ചെയ്തതായിരിക്കും. അപ്ഡേറ്റ്സുകളെല്ലാം ഉടനെ വരുന്നതായിരിക്കും. പൊളിച്ച് അങ്ങനെ നമ്മൾ കന്യാകുമാരി വന്ന് സ്റ്റേ എടുത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങി. ഫുഡൊക്കെ കഴിച്ചിട്ട് ചെറിയൊരു വാക്കിന് ഇറങ്ങിയതാണ് നമ്മൾ. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ. ഒരു ക്ലൈമറ്റ് നല്ലൊരു തണുത്ത ഒരു അന്തരീക്ഷമാണ് അല്ലേ? മഴയൊക്കെ പെയ്ത് മാറി ഒരു രസമുണ്ട് ഇങ്ങനെ രാത്രി ഇറങ്ങി നടക്കാൻ. നമ്മൾ കൂടെ 2 പേരും കൂടെ ഉണ്ട്. അവിടെ നമുക്ക് അവിടെ ചെന്നിട്ട് മീറ്റ് ചെയ്യാം. റൂമിൽ ചെന്നിട്ട് മീറ്റ് ചെയ്യാം. ഇതാണ് നമ്മളോടുള്ള അടുത്ത 3ാമത്തെ ആൾ, തൻവീർ ഹക്കീം ഫ്രം പാലാങ്കോണം. പുള്ളി കന്യാകുമാരി എക്സ്പ്ലോർ ചെയ്യാൻ രാത്രി നടന്നിട്ട് വന്ന വഴിയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. വരൂ. കന്യാകുമാരി എങ്ങനെയുണ്ട്? ഗുഡ്. പുള്ളി കുറച്ച് കഴിഞ്ഞിട്ട് സംബന്ധം പറയുള്ളൂ. പുള്ളി കന്യാകുമാരിയുടെ ആ ഒരു ദൃശ്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷമേ പുള്ളി പറയുള്ളൂ, എക്സ്പ്ലെയിൻ ചെയ്യുള്ളൂ അല്ലേ? നിന്നെയൊക്കെ വീഡിയോ എടുക്കുകയും ചെയ്യണം. കാര്യത്തിലുള്ള അത് നടക്കും. ഗൈസ്, ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം. ഇത് ഹോട്ടൽ ഭരണി. ഇവിടെയാണ് നമ്മൾ സ്റ്റേ എടുത്തിരിക്കുന്നത്. റൂമിൽ എത്ര രൂപ? നമുക്ക് 4 പേരുണ്ട്. 4 പേർക്ക് 2000. ബസ്സുകാരന്മാർക്ക് ഡേഞ്ചറാണല്ലോ, കൊച്ചിനെപ്പോൾ ഇടിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത സ്റ്റേ. 4 പേർക്ക് ഉള്ള റൂം 2000 രൂപയാണ്. ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആണ്. പക്ഷേ ഇതാണ് നമ്മൾ പറഞ്ഞ 4ാമത്തെ ആൾ, ഷാൻ ഫ്രം പലാങ്കോണം. റൈഡറാണ്. പുള്ളിയുണ്ട് നമ്മളെ കൂട്ടത്തിൽ. നമ്മൾ 4 പേരാണ് കന്യാകുമാരി വന്നിരിക്കുന്നത്. അതിനെ പോലെ ഇരിക്കുന്ന വേറൊരാളാണ്. നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി നമ്മളത് ഷാൻ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ രാവിലെ എല്ലാവരും എണീറ്റിട്ടുണ്ട്. സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിട്ടുണ്ട്.
ബാബാ പെട്ടെന്ന് വാ സമയം. റൈസ് അപ്പോൾ രാവിലെ നമ്മൾ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്യണം. അതുവരെ ഉള്ള ഷീറ്റ് ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെ എല്ലാം വെച്ചാലും മതിയല്ല, ഇവിടെ എല്ലാം വെച്ചാലും മതി. അങ്ങനെ നമുക്ക് നല്ലൊരു സൺറൈസ് കിട്ടി. സൺറൈസ് കന്യാകുമാരി. നമ്മൾ NH44 സ്റ്റാർട്ട് ചെയ്യുന്നത് കന്യാകുമാരി ടു കാശ്മീർ. നമ്മൾ സേഫ്റ്റിക്കാർ റെഡി ആയിരിക്കുന്നു. ജാക്കറ്റും ഗ്ലൗവും ഹെൽമെറ്റൊക്കെ ഇടാൻ പോവുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ NH44 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് കാണുന്നത് കന്യാകുമാരി ബീച്ച്. നമ്മളതിൻ്റെ ബാക്ക് കാണുന്ന ബീച്ചാണ്.
സൈസുകളുടെ കൂടെ പോകാതിരുന്നതാണ്, പക്ഷെ നടന്നില്ല. വലിയ വിഷമമുണ്ട്. എന്നാലും സൈസുക്കെ പോവുകയാണ്. എൻ്റെ ചങ്കും കൂടെ സൈസുക്കേൻ്റെ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് ഏറ്റവും വലിയൊരു വിവരം. സൈസുക്കെല്ലാം റെഡിയാവുന്നുണ്ട്. അല്ല വീണ്ടും സന്ധിക്കണം. അത്യാവശ്യം കുറച്ച് ബെൻഡ് ചെയ്തിട്ടല്ലേ നിൽക്കണേ. എനിക്ക് നേരെ നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട്
വാ മയിലേ വാ. ആര്? നല്ലൊരു കാഴ്ച കിട്ടുന്നുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് മഴവില്ല് കാണാൻ പറ്റുന്നുണ്ടോ? ഒരു അടിപൊളി മഴവില്ല്. വെരി നൈസ്. അത് കടലിലോട്ടാണോന്ന് അറിയാൻ വയ്യ, എവിടേക്കോ നിൽക്കുന്നു. രണ്ടെണ്ണം ഉണ്ടോ? രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് നല്ലതും പിന്നെ ഒന്ന് കൊടുത്തു, ഒന്ന് മാഞ്ഞു പോയി. എടാ മിടുക്ക, എടാ മുടുമുടുക്ക.